പ്രതീക്ഷയുടെ പട്ടുനൂൽ നെയ്യുന്ന കൈകൾ. ഡോക്ടർ ജോഗേഷ് ഡേവ്രി, പത്മശ്രീ ജേതാവ് 2026. സാധാരണ പട്ടുനൂൽ കൃഷിയെ ചെറുകിട സംരംഭത്തിൽ നിന്നും വൻ വ്യവസായമായി ഉയർത്തിയ ശാസ്ത്രജ്ഞൻ. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കണ്ടത് പട്ട് നെയ്ത് കുടുംബം പോറ്റാൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ്. കൂടാതെ പ്രകൃതിയുടെ അനിശ്ചിതത്വം കർഷകരെ ദരിദ്രരുമാക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ അമ്മ എരി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ അതിനോടൊരു ആകർഷണം എനിക്കുണ്ടായി. എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത് ഈ രംഗത്തൊരു വിലയേറിയ സംഭാവന നൽകാൻ ഞാൻ ശ്രമിക്കുമെന്നായിരുന്നു. അദ്ദേഹം ഇത് ഓരോ ഘട്ടമായി പരിഹരിക്കാൻ തീരുമാനിച്ചു. ദൃഢതയും നല്ല ഫലം തരുന്നതുമായ ഏരി പട്ടുനൂൽ പുഴുക്കളെ അദ്ദേഹം തെരഞ്ഞെടുത്തു. പ്രധാന വെല്ലുവിളി ബാക്കി നിന്നു. ഭക്ഷണമായി ഉപയോഗിക്കുന്ന കേസരു ആവണക്കിലകളുടെ ചില സീസണുകളിലെ ദൗർലഭ്യം. ഇലകൾ ലഭ്യമല്ലാത്ത സമയത്ത് കർഷകർ വരുമാനമില്ലാതെ കഷ്ടപ്പെട്ടു. ഡോക്ടർ ഡേവ്രി ഒരു പരിഹാരം കണ്ടെത്തി. മരച്ചീനി ഇലകൾ പരിചയപ്പെടുത്തി തുടർച്ചയായ ഉൽപാദനം ഉറപ്പാക്കി. അദ്ദേഹം സാധാരണ കൃഷിയിൽ മാത്രം ഒതുങ്ങിയില്ല. കൈകൊണ്ട് തിരിക്കുന്ന ചർക്കകൾക്ക് പകരമായി അദ്ദേഹം മെക്കാനിക്കൽ സംവിധാനങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം കോക്രാജാറിൽ ഇന്റഗ്രേറ്റഡ് ബോഡോലാൻഡ് സിൽക്ക് പാർക്ക് സ്ഥാപിച്ചു. ആധുനിക മെഷീനുകൾ അവതരിപ്പിച്ച് കർഷകരെയും യുവാക്കളെയും പരിശീലിപ്പിച്ച് വലിയ തോതിലുള്ള ഉൽപാദനത്തിന് വഴിയൊരുക്കി. ഈ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അസമിന് പുറത്തും വിൽപ്പന നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതോടെ ഞങ്ങളുടെ ലാഭവും കൂടി. ഇതോടൊപ്പം കൊക്കൂണിൽ നിന്നും ചിത്രാലങ്കൃത പട്ടുതുണി വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഒരു കൂരയ്ക്ക് കീഴിലേക്ക് ഏകീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സാധിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി കരകൗശല തൊഴിലാളികളുടെ കൈകളിൽ തന്നെ ലാഭം നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം ഉറപ്പാക്കി. ഈ പരിശ്രമങ്ങൾ 1600 ഗ്രാമങ്ങളിലാകെ ശാന്തമായ മാറ്റം സൃഷ്ടിച്ചു. സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നവരായും സാമ്പത്തിക നേതൃത്വം കൈകാര്യം ചെയ്യുന്നവരായും മാറി. നമ്മുടെ സമൂഹത്തിൽ ഈ ജോലി കൂടുതലായും ദരിദ്ര വിഭാഗങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ വിദ്യാഭ്യാസമുള്ള വിഭാഗത്തെയും ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാർ ഇതിനായി ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. 2047ഓടെ ചൈനയെ മറികടന്ന് ലോകത്തിലെ പ്രധാന പട്ട് ഉത്പാദകരാകുക എന്നതാണ് ലക്ഷ്യം. അദ്ദേഹം പരമ്പരാഗത മൂഗാപ്പട്ടിനെ ഉപേക്ഷിച്ചില്ല. മാനസ് നാഷണൽ പാർക്കിന് സമീപം ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ച് പാരമ്പര്യവും പ്രകൃതിയും ഒരുമിച്ച് വളരുമെന്ന് തെളിയിച്ചു. ഞാൻ തുറന്നു പറയുകയാണ്, മൂഗ ഇല്ലാതായാൽ അത് വെറും സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മൂഗ ഇല്ലാതെ ബിഹുവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എരി, മൂഗ എന്നിവ നഷ്ടപ്പെട്ടാൽ സംസ്കാരം തന്നെ നഷ്ടപ്പെടും. ഡോക്ടർ ജോഗേഷ് ഡേവ്രി ദൃഢനിശ്ചയമുള്ള മനുഷ്യനും ഒരു പരിഷ്കർത്താവും. ഒരു കൈത്തൊഴിൽ സംരക്ഷിക്കുക മാത്രമല്ല, പട്ടിനെ പുതിയ തലമുറയ്ക്കായി ലാഭകരമായൊരു മാർഗവുമാക്കുകയും ചെയ്തു. ആസാമീസ് പട്ടിനെ ലോകത്തിന്റെ അമൂല്യ നിധിയായി ഉയർത്തി. എരി നമ്മുടെ ഭാവിയാണ്, മൂഗ നമ്മുടെ പ്രതീക്ഷയാണ്, മൽബറി നമ്മുടെ സാധ്യതയാണ്. ഡോക്ടർ ജോഗേഷ് ഡേവ്രി, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.